വല്യുഞ്ഞെ, അകത്തേക്ക് പോവാം. അമ്മ പോയി. ഗുഡ് മോർണിംഗ്. പഠിച്ചതൊക്കെ തെറ്റിച്ചു ഈ വല്യുഞ്ഞിന്റെ ഒരു കാര്യം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ പഠിക്കാണോ? അല്ല, മഹാഭാഗവതം വായിക്കുക. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയതാ മാഷെ ഈ പഠിത്തം. ഈ സയൻസും ഇംഗ്ലീഷും ഒക്കെ എനിക്ക് വലിയ പാടാ. എത്ര പഠിച്ചിട്ട് അതുകൊണ്ട് തലയിലോട്ട് കേറുന്നില്ല. തലയിൽ കയറാത്തതേ പഠിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കരുത്, പഠനം മാത്രം. എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പഠിക്കും. ഉറപ്പായിട്ട് ഞാൻ 10ാം ക്ലാസ് പാസ്സാവുകയും ചെയ്യും. എന്നിട്ട് ഒരു ജോലി അങ്ങ് സംഘടിപ്പിക്കും. എന്താ വലിയ ചിരിക്കുന്നേ? എന്നെ കളിയാക്കി ചിരിച്ചതാ? ഓ, അപ്പൊ ഞാൻ 10ാം ക്ലാസ് പാസ്സാവില്ലെന്നാ വല്യുഞ്ഞി ചിന്തിക്കണേ. നീ പഠിക്കും കല്യാണി, അതെനിക്കറിയാം. ഉറപ്പായിട്ടും 10ാം ക്ലാസ് പാസ്സാവുകയും ചെയ്യും. പക്ഷേ ഈ 10ാം ക്ലാസ് പാസ്സായ ഉടനെ ജോലി കിട്ടുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പോ ജോലി കിട്ടില്ലേ? ഇവിടെ ഉന്നത ബിരുദങ്ങൾ എടുത്തവര് പോലും ജോലി കിട്ടാതെ അലയ്യ. എന്നുവെച്ച് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു സമയവും ഭാഗ്യവും. അപ്പോ ജോലി കിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പഠിക്കണേ? എന്റെ പൊട്ടി പെണ്ണേ, നീ ആദ്യം പഠിക്ക്. ജോലിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. എനിക്കിവിടെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നമുക്ക് ഒരു വിഷമവും വരില്ല കല്യാണി. എന്റെ കെട്ടിയോൾ എന്റെ അരികത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് വിഷമമുണ്ടാവോ? ആനന്ദിന്റെ ശക്തി എന്റെ ഈ കല്യാണിയാണ്. ഞാൻ ഉണരുമ്പോ ഒരു കണിക്കൊന്ന പൂത്തതുപോലെ കൺമുന്നിൽ ഈ മുഖം ഇങ്ങനെ കണ്ടാ മതി, എനിക്ക് സന്തോഷാവും. ഓഹോ, കൊച്ചു വെളുപ്പാങ്കാലത്ത് റൊമാൻസുമായിട്ട് വന്നിരിക്കയല്ലേ എന്റെ കെട്ടിയോൻ? റൊമാൻസിന് നട്ടപ്പാതിരിയൊന്നോ കൊച്ചു വെളുപ്പാങ്കാലോ ഒന്നും ഇല്ലെന്നെ കെട്ടിയോളെ. ഈ പ്രഭാതങ്ങളും രാവുകളും പകലുകളും സന്ധ്യകളും നക്ഷത്രങ്ങളും ഒക്കെ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാ. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം, നമ്മള് മാത്രമുള്ളൊരു ലോകം. മനുഷ്യനിവിടെ കടിച്ചപ്പൊട്ടത്ത് ഇംഗ്ലീഷായിട്ട് മല്ലിടുക. അപ്പോഴാ പ്രേമവും കവിത ഒക്കെ. എന്റെ പെണ്ണിനെ വിഷമിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഇങ്ങെടുക്ക, ഞാൻ പഠിപ്പിച്ചുതരാം.
കല്യാണി. എന്താ രണ്ടുപേരും കൂടി? എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഞാൻ മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദനയുടെ ഫോൺ വന്നത്. കാര്യം ഉണ്ടായിട്ട് തന്നെ വിളിച്ചു വരുത്തിയത്. എന്ത് കാര്യം? ദേ, ഇനി നിങ്ങൾ കൂടി എന്നോട് സംസാരിക്കാൻ വന്ന് അഖില മാഡത്തിന്റെ ദേഷ്യത്തിന് കാരണക്കാരാവണ്ട. അതിന് വെറുതെ സംസാരിക്കാൻ വന്നതല്ലല്ലോ ഞങ്ങള്. ന്യായമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തിയത്. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞതുപോലെ ന്യായമായ ഒരു കാര്യം പറയാൻ തന്നെയാ ഞാൻ പറയുന്നത്. കാര്യമായി എന്തോ ചർച്ചയിലാണല്ലോ. എന്തായിരിക്കും? വിലാസിന് എന്നോട് പറയാം. ആ ഹെർബൽ പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് കല്യാണിന്റെ പേരിലാ. അത് ബ്രോ കല്യാണിന്റെ പേരിലാക്കി ഡോക്യുമെന്റ് തന്നതിന് ഞാൻ സാക്ഷിയാ. എന്നിട്ട് ബ്രോയെ കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ഈ പേറ്റന്റ് വെച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്ററെ കണ്ടെത്തിയപ്പോ അത് കോടതി വഴി തടസ്സപ്പെടുത്താന്ന് പറഞ്ഞ അമ്മയെന്നല്ല സാക്ഷാൽ സർവേശ്വരം വന്ന് ചെയ്താലും തെറ്റ് തന്നെ. വിടടി, നീ കാണിക്കുന്നേ. അങ്ങോട്ട് നോക്ക്. അവിടെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. മിക്കവാറും അത് ആന്റിക്കെതിരെ ആവാനാണ് സാധ്യത. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞത് ശരിയാ. പേറ്റന്റിനെതിരെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത് സ്റ്റേ നീക്കാൻ നമ്മൾ കോടതി പോവും. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട നീ. അഖില മാഡത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടണ്ട. കല്യാണി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തോൽപ്പിക്കാനല്ല, എന്റെ ബ്രോ തോൽക്കാതിരിക്കാനാ. കഴുത്തിൽ താലി കെട്ടിയവൻ തോറ്റ് തല കുനിച്ചു നിൽക്കുന്നത് കാണാൻ അന്തസ്സുള്ള ഒരു പെണ്ണും തയ്യാറാവില്ല കല്യാണി. കല്യാണി, മറ്റൊന്നും കൊണ്ടും പറയല്ല. എന്റെ ബ്രോ ആരുടെയും മുന്നിൽ തോൽക്കുന്ന എനിക്കിഷ്ടമല്ല. അത് ഞങ്ങളെ പ്രസവിച്ച അമ്മയായാലും ശരി, എനിക്കത് സഹിക്കില്ല. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ ബ്രോ തോറ്റ് തലകുനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ബ്രോ തോൽക്കാതിരിക്കാൻ ഇതിലൊരു ഒപ്പിട് കല്യാണി. അല്ല, അത് വല്യുവിനോട് ചോദിക്കാതെ. അതിനിത് ആർക്കെതിരെ പരാതി കൊടുക്കാനല്ലല്ലോ, ആനന്ദ് തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ലേ. അതല്ല, ആനന്ദ് തോറ്റു നിൽക്കുന്ന കാണാനാണ് കല്യാണിക്ക് ഇഷ്ടമെങ്കിൽ ഒപ്പിടണ്ട. അരവിന്ദ്, കല്യാണി നിർബന്ധിക്കണ്ട. കല്യാണി പ്ലീസ്. ആന്റി, ദേ അവളെ കൊണ്ട് എന്തൊക്കെയോ ഒപ്പിടിയിപ്പിക്കുന്നു. താങ്ക്സ് കല്യാണി. ഇനി ഞങ്ങൾക്ക് ഇത്തിരി ജോലിയുണ്ട്. ഏതായാലും കല്യാണിയുടെ പാചകം മുടക്കണ്ട. പോട്ടെ, വാ. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ വാ. അയ്യോ,
പറ്റിയമ്മേ? എന്നോട് പിണക്കമാണോ? എന്താ അമ്മേ നോക്കണേ? എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആളാ ഇപ്പൊ ഇവിടെ കൊതുകടി കൊണ്ട് ജീവിക്കുന്നത്. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആരാണെന്ന് അറിയണ്ടേ അമ്മയ്ക്ക്? അമ്മയുടെ മോള. അതെ അമ്മേ, ഞാൻ കാരണം ജീവനക്കാളേറെ സ്നേഹിക്കുന്ന സ്വന്തം അമ്മയോട് പോലും എതിർക്കേണ്ടി വന്നു. വലിയ കുഞ്ഞിന് എത്ര വലിയ പദവിയിൽ ജീവിച്ച ആളാ. അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വന്നതല്ലേ എനിക്ക് വേണ്ടി. പാവം ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലമ്മ. ആരുടെ മുമ്പിലും തലകുനിച്ച് ശീലമില്ലല്ലോ, അതിനുള്ള ആവശ്യവും വന്നിട്ടില്ല. ഇനിയിപ്പോ എന്തു വന്നാലും ആ തല ആരുടെ മുന്നിലും കുനിയാൻ അമ്മയുടെയും മോൾ അനുവദിക്കില്ല. ഇപ്പൊ തന്നെ ഒരു കമ്പനി തുടങ്ങാൻ ശ്രമിച്ചപ്പോ എന്റെ പേരിലുള്ള പാറ്റന്റ് അഖിലാമ്മയുടെ സ്റ്റേ ചെയ്തു. അനിയകുഞ്ഞ് വന്ന് പറഞ്ഞപ്പോ ആ സ്റ്റേ നീക്കാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അതിപ്പോ അഖിലാമ്മേടത്തിന് എതിരായിട്ടൊന്നും ഞാൻ ചെയ്തതല്ല. അഖിലാമ്മേടം ആണോ അതോ വലിയ കുഞ്ഞാണോ എനിക്ക് വലുതെന്ന് ചോദിച്ച എന്നെ താലി കെട്ടിയ ആളല്ലേ അമ്മ എനിക്ക് വലുത്. ഞാൻ അഖിലാമ്മേടത്തിനോട് ചെയ്തത് ഒരു തെറ്റാണോ അമ്മ? ഒരു തെറ്റുമല്ല. തെറ്റല്ലാന്ന് മാത്രമല്ല, അങ്ങനെ തന്നെ ചെയ്യേണ്ടിരുന്നത്. ആണോ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഏതായാലും ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണോ അഖില മേഡം ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനല്ലേ? അനിയൂട്ടാ, ചെറിയ വായ കൊണ്ട് വലിയ വർത്താനം പറയരുത്. അഖില മേഡത്തിനെ കുറിച്ച് പറഞ്ഞ ചേച്ചിക്ക് നോവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കെന്റെ ചേച്ചിയും ചേച്ചിയെ താലി കെട്ടിയ ആ വല്യൂഞ്ഞോ വലുത്. ചേച്ചിക്ക് വേദനിച്ച അത് എനിക്കും വേദനിക്കും. ഞങ്ങൾക്ക് വേദനിച്ചൊന്നും നിന്നോടാര് പറഞ്ഞു? വേദനിച്ചിട്ടാണല്ലോ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അഖില മേഡം ഇത്രയ്ക്ക് ശത്രുക്കളായി കാണാൻ എന്റെ ചേച്ചിയും വല്യൂഞ്ഞും എന്താ തെറ്റാ ചെയ്തത്? സ്നേഹിക്കുന്നത് തെറ്റാണോ? ആ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവങ്ങളൊക്കെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? പരമശിവൻ പാർവതി ദേവിയെ കല്യാണം കഴിച്ചത് ആരുടെ അനുവാദത്തോടു കൂടിയാ? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാൻ ചേച്ചി. അതുകൊണ്ട് ഉപകാരം ചെയ്തില്ലെങ്കിലും അഖില മേഡം ഉപദ്രവിക്കരുതായിരുന്നു. ചേച്ചിയുടെ പേറ്റന്റ് അല്ലേ അത്? പിന്നെ അവരെന്തിനാ സ്റ്റേ ആകാൻ പോയത്? അനികുട്ടാ, അഖില മേഡത്തിന് അവരൊന്നും വിളിക്കരുത്. മേഡത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ എനിക്കത് സഹിക്കാനാവില്ല. വല്യൂഞ്ഞ് ഒട്ടും സഹിക്കില്ല. ഞാനൊരു ന്യായം പറഞ്ഞെന്നേ ഉള്ളൂ ചേച്ചി. പാവം വല്യൂഞ്ഞ് വിഷമിക്കുന്ന ഞാനും കാണുന്നുണ്ട്. അതിന്റെ സങ്കടം എനിക്കും ഉണ്ട്. വല്യൂവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് സ്ത്രീയോട് അല്ല മേഡത്തോട് ദേഷ്യം വരുന്നുണ്ട്. അത് തെറ്റാണെങ്കിൽ ചേച്ചി എന്നോട് ക്ഷമിച്ചേക്ക്. ആന്റി,
എത്തിയോ അപൂർവ സഹോദരങ്ങൾ? എന്താ ആന്റി, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ ആനന്ദ അടുക്കളക്കാരി ഉപേക്ഷിച്ച് തൃച്ചംബരത്തേക്ക് വന്നോ? ഇവൾ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നേ? ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് വിട ആന്റി. ആന്റി എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? കാര്യമുണ്ട് പ്രിയങ്ക. ഇന്ന് അരവിന്ദും നന്ദനയും കൂടി ആ അടുക്കളക്കാരിയുമായി സംസാരിക്കുന്നത് കണ്ടു. സംസാരിക്കട്ടെ, അതിനെന്താ പ്രശ്നം? അതല്ല പ്രിയങ്ക, ഏതായാലും കല്യാണിയുടെ സൈൻ വാങ്ങണമെങ്കിൽ അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോ കമ്പനി പകത്ത് നൽകണമെന്നായിരിക്കോ എന്നാ എന്റെ സംശയം. ആനന്ദന്റെ കമ്പനിയിൽ കല്യാണിക്ക് എന്താ അവകാശം? അങ്ങനെ സംശയിക്കുന്നതേ മണ്ടത്തരോ. എന്താ ആന്റി, ഗംഗ പറഞ്ഞതാ ശരി. തൃച്ചംബരത്തെ ഒരു നാണയത്തൊട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞ് ATM കാർഡ് വരെ വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ ആനന്ദ്? അങ്ങനെയുള്ളപ്പോ അതിനൊരു സാധ്യതയില്ല. ഇത് മറ്റൊന്നുമല്ല, ആന്റിയെ ബഫൂൺ ആക്കാൻ വേണ്ടി ആ അരവിന്ദും നന്ദനയും കൂടെ ചെയ്ത പണിയായിരിക്കും. ഞങ്ങളെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി ആന്റി ബഫൂണായെന്ന്. പ്രിയങ്കേ, തൃച്ചംബരത്ത് ഇപ്പൊ കോമാളി വേഷം കെട്ടാത്ത ഒരാളേയുള്ളൂ, അതേ വിലാസിനിയ. അറിയാം ആന്റി, നന്നായിട്ട് അറിയാം. ആന്റിയെ ഞങ്ങൾ കെട്ടിയടിക്കാൻ പോകുന്നതേ വെറും ബഫൂണിന്റെ വേഷമല്ല, റാണിയുടെ വേഷമാ. തൃച്ചംബരത്തെ മഹാറാണിയുടെ വേഷം. അതിനുള്ള എളുപ്പമാർഗത്തിലൂടെയല്ലേ ആന്റി ഇപ്പൊ സഞ്ചരിക്കുന്നേ? സ്ലോ പോയിസൺ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് ഞാൻ അഖിലാണ്ടേശ്വരിക്കുള്ള ടോണിക് വിറ്റമിൻ. ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. തൃച്ചംബരത്ത് ചെന്നിട്ട് പണി ഒരുപാടുണ്ട്. വരട്ടെ എന്നാ. ശരി ആന്റി. ഗംഗ, വിലാസിനി വെറുമൊരു ബഫൂണല്ല, കൂർമ്മ ബുദ്ധിക്കാരിയാണ്. കല്യാണിയുടെ സൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും.